ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദൈവാനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹെർമിറ്റ്, ദ ലവേഴ്സ്, ജസ്റ്റിസ്, Page of Pentacles, Page of Cups, Eight of Wands, Hanged Man, Queen of Swords, Three of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ അറിയാമല്ല, മഹാറാണി എന്തൊക്കെ ഗുണങ്ങളാണ് മഹാറാണിക്ക് ഉണ്ടാകുന്നത്? അത് ഇതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. മഹാറാണി അനുഭവിക്കുന്നത്, അതായത് മാര്യേജാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇവിടെ മാര്യേജ് നടക്കാൻ പോകുന്നുണ്ട്. അതുപോലെ സൗഭാഗ്യങ്ങൾ, വ്യാഴത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. വ്യാഴാനുഗ്രഹം, അതായത് നവഗ്രഹങ്ങളിൽ മൂന്നാമതായി വരുന്നത് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്? സൗഭാഗ്യങ്ങളാണ്. സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? വിവാഹം നടക്കാൻ പോകുന്നു, കുട്ടികളുടെ ജനനം. മനസ്സിലായി? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം കാഴ്ചവെക്കാൻ പറ്റുക, എല്ലാവരും സ്നേഹിക്കുക. സ്നേഹമാണ് ഇവിടെ പ്രധാനമായിട്ടും. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരാലും സ്നേഹിക്കപ്പെടുക, എല്ലാവർക്കും സ്നേഹം കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിലായിരിക്കാം. അങ്ങനെ കുട്ടികളുടെ ജനനം, അതുവഴി സന്തോഷിക്കുന്നു, കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഇവിടെ ജഡ്ജ്മെൻ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കൊരു രണ്ടാമതൊരു ജന്മം വരികയാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്നും, വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ മുന്നോട്ടുള്ള വരവ് എങ്ങനെയാണ്? പുതിയ ഒരു ലൈഫ്, പുതിയ പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്കും വരാൻ സാധിക്കുന്നു. അത് ദൈവം തന്നെ നിങ്ങൾക്ക് മറ്റൊരു ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു രണ്ടാമതൊരു ജന്മം തരികയാണ്. നിങ്ങളുടെ ഈ കർമ്മയൊക്കെ കുറച്ച് റിലീസാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് സക്സസ്സിലേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോടതി വഴി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ന്യായം ലഭിക്കുന്നു. ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഒരു ന്യായം ലഭിക്കുന്നു, ഒരു നീതി ലഭിക്കുന്നു. നിങ്ങളുടെ നിഷ്കളങ്കതയ്ക്ക്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് വരാതിരിക്കില്ല.
ചില സമയദോഷത്തിന് എന്തൊക്കെ പോസിറ്റീവായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സിൻസിയറായിട്ട് ചെയ്തു കഴിഞ്ഞാലും അവിടെ പോസിറ്റീവായ റിസൾട്ട് വരണമെന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദൈവാനുഗ്രഹം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു, ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ പിന്നീട് ഹെർമിറ്റ് എനർജിയാണ്. പലരും ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു, സൈലൻറ്റ് മൂഡാണ്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നു. അതല്ല എങ്കിൽ ദൈവികമായ എനർജിയിലേക്ക് കണക്റ്റ് ആവാനുള്ള ഒരു യാത്രയിലാണ്. അങ്ങനെ ഒരു യാത്ര ചെയ്യുകയും ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു എനർജിയും ഇവിടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ചിലരൊക്കെ യാത്ര ചെയ്യും, അങ്ങ് ദൂരെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയിരിക്കുക, അവിടെ ചെന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ തന്നെ കൂടുതലായിട്ടും ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റും, ദൈവികമായ ഒരു എനർജി അപ്പോൾ തന്നെ കിട്ടും, ദൈവികമായ ഒരു കണക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയും വരാം. ഒരു സൈലൻറ്റ് മൂഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭൗതികപരമായ ആ ഒരു സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് വിട്ടകന്ന് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരുടെ സ്പിരിച്വൽ ആകാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ രണ്ടും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. പക്ഷെ ഇവിടെ ഉൾവിളികളെ അനുസരിച്ച് ജീവിക്കാൻ പോകുന്നു, ഉൾവിളികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവന് മറ്റുള്ളവരുടെ കൂട്ട് വേണ്ട. അപ്പോൾ എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. അതുപോലൊരു ജന്മം രണ്ടാമതും വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാകാം. അല്ലെങ്കിൽ അവിടെ ആ കാർമിക് അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ഒരുപോലെ കൂടിച്ചേരുന്ന എനർജി ആവാം. അങ്ങനെയും ഇവിടെ പറയാൻ കഴിയുന്നുണ്ട്. ആരൊക്കെ അവിടെ പിരിഞ്ഞു പോയിരിക്കുന്നവർ തമ്മിൽ കൂടിച്ചേരുന്ന എനർജിയാണ്. അല്ല എങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു, പുതിയതായിട്ട് വിവാഹത്തിൻ്റെ പ്രപ്പോസലുകൾ വരുന്നു, വിവാഹം നടക്കാനുള്ള എനർജി ഇവിടെയുണ്ട്. നിങ്ങളത് ആഗ്രഹിച്ചതുപോലെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ജസ്റ്റിസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ആ ഒരു ന്യായം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ ജോലി ലഭിക്കുന്നതാവാം, ചിലർക്ക് കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് പോകുന്ന എനർജിയും കാണുന്നുണ്ട്. സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടാനുള്ള സാമ്പത്തികം തടഞ്ഞിരുന്നു, അതിനൊരു സ്റ്റക്നെസ് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൽ വല്ലാതെ വിഷമിച്ചിരിക്കാം, വല്ലാതെ നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം അത് ലഭിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യമായിട്ട് ജോലി ചെയ്ത ആദ്യത്തെ ശമ്പളം തന്നെ കിട്ടാതെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾക്കും ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. അത് മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു പുതിയ പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം ഇവിടെ വരുന്നു എന്നുള്ളതാണ് പൊതുവെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ്, പലർക്കും ആരോടെങ്കിലും ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം കുറച്ച് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. പക്ഷെ അത് ചില സമയത്തൊക്കെ അതൊന്ന് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കും അല്ലേ. അങ്ങനെ ഇവിടെ തുറന്ന് പറയാനുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി അത് തുറന്ന് പറയാം എന്നൊക്കെയുള്ള ചില സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ് ഇവിടെ. അത് എത്രയായാലും അത് സഫലമാകണം എന്ന്, അതൊരു സിൻസിയറായിട്ടുള്ള ലവ് അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഒരു ലവ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷകരമായ ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നല്ല പോലെ സന്തോഷിക്കാനുള്ള വക കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 8 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാവാം, അല്ലെങ്കിൽ ചില യാത്രകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാനുണ്ടാവാം.
അങ്ങനെ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമാകുന്ന എനർജി. അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയിരിക്കുന്നവരുടെ എനർജി ഇവിടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാം. ടെലിപ്പതി വഴി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ നടത്തുന്നതായിട്ട് കാണാം. അതല്ല എങ്കിൽ ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നത്, ഇവിടെ റീയൂണിയൻ സംഭവിക്കാം. അങ്ങനെ റീയൂണിയൻ സംഭവിക്കുന്ന ജഡ്ജ്മെൻറ്റിലും ജസ്റ്റിസിലും ഒക്കെ റീയൂണിയൻ സംഭവിക്കാം. മനസ്സിലായോ? അപ്പോൾ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത്, വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ചില ദൈവാനുഗ്രഹമാണ് ഇവിടെ. ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില ബിസിനസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്ന് അതിലൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ നല്ല ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കും പോകാൻ സാധിക്കുന്നു. ബിസിനസ് കാര്യങ്ങളായാലും നിങ്ങൾക്ക് തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലതായിട്ട് അത് മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഏതൊരു സാഹചര്യത്തിലായാലും, അത് പാർട്ട്ണർഷിപ്പിലായാലും മറ്റേതൊരു സാഹചര്യത്തിലായാലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും, ബിസിനസ് കാര്യങ്ങളിലായാലും ഇവിടെ നല്ലതുപോലെ നിങ്ങൾക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥയാണ്. പലരും മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥയാണ്. പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സ് പഠിക്കാനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോകാനായിരിക്കാം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ വീട് പണിയാവാം, അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും ചിലപ്പോൾ ഫിനാൻസ് പരമായ ബാധ്യതകൾ ഉണ്ടായിരിക്കാം. ഇതിലൊക്കെ ഇവിടെ കുടുങ്ങി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, എങ്ങനെയാണ് ഇനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് സോർട്സും വന്നിരിക്കുന്നു, 3 ഓഫ് വാൻഡ്സും വന്നിരിക്കുന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റേബിളാക്കുന്നതാണ്. തീരുമാനങ്ങൾ ഉറച്ചതെടുക്കാനും അതിലൂടെ മുന്നോട്ട് പോയി അത് നടപ്പിലാക്കാനുമുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നടപ്പിലാക്കാനും കൂടെ ഒരു കഴിവ് ഉണ്ടാകണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കുന്നു. സമൂഹത്തിലൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു മറ്റുള്ളവരോട്. അതുവഴി മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റാനും നിങ്ങളെക്കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിലേക്ക് നിങ്ങൾക്കൊരു മാറ്റത്തിലൂടെ വിധേയമാകുന്ന എനർജിയും ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ അതുപോലെ 3 ഓഫ് വാൻഡ്സ് ആണ്. എന്തോ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവിടെ ദൃഷ്ടി ഊന്നി നിൽക്കുകയാണ്. ചിലപ്പോൾ വിദേശയാത്രയാവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാവാം. അതുകൂടെ ഇല്ല എങ്കിൽ എനിക്ക് വലിയ വിഷമമാകും. അപ്പോൾ അവർ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. ചിലപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തുടക്കവും ആവാം. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എല്ലാ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി, എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഒറക്കിൾ കാർഡ്സോട് ക്ലാരിഫിക്കേഷൻ വേണ്ടി എടുക്കാവേ. എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ക്രൗൺ ചക്ര, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഫുൾഫിൽമെൻറ്റ് ഉണ്ടോ, ആഗ്രഹ സഫലീകരണം. പിന്നെ ഇവിടെ എന്താണ്? സഫറിങ് ഇൻ സൈലൻസ്. പലരും ഇവിടെ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അതിനോട് സഫർ ചെയ്യുന്നു. ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം, ഇത് ഹെർമിറ്റ് മൂഡ് ഇവിടെ വന്നല്ലോ. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അതല്ല എങ്കിൽ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വരിക, അതല്ല എങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക, സ്പിരിച്വലായിട്ട് ഉള്ള ഒരു യാത്ര നടത്തുക. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ് വരുന്നത്. ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ തന്നെ എന്താണ്? സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകാനുള്ള
ഒരു സാധ്യതയാണ്. കാരണം എന്താണ്, പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് നേടുക. 7 ചക്രാസിൽ 7th വരുന്നതാണ് ക്രൗൺ ചക്ര. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കളറിലെയാണ് ക്രൗൺ ചക്ര. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് കൂടുതലായിട്ട് ലഭിക്കുമ്പോഴാണ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടാകുന്നത്. അതിനായിട്ട് ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അറിവ് ലഭിക്കുന്നത്. ജന്മന കുറേ നല്ല അറിവുകൾ ഉള്ളവരും ഉണ്ടാവാം, പക്ഷെ അല്ലാതെയും നമുക്ക് നേടിയെടുക്കുന്ന അറിവും ഉണ്ട്. ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് കൂടുതലായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അതായത് ഹയർ സെൽഫുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അടുത്തായിട്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇത് തന്നെ പറയുന്നത് എന്താണ്, ദൈവാനുഗ്രഹമാണ്. 4 ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്. സ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവുന്നു. ഫൗണ്ടേഷൻ കണ്ടല്ലേ, അടിസ്ഥാനം ഉറയ്ക്കുകയാണ് ഇവിടെ. നിങ്ങളുടെ ബേസ്മെൻ്റ് ഒന്ന് ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുടെ സഫലീകരണം നടക്കുന്നുണ്ട് ഇവിടെ. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് കണ്ട, ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും കണ്ട അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ വീട് ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവാം, ചിലപ്പോൾ യാത്രകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടാവാം. അവർ കൂടെ വന്നിട്ട് ആ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ഇവിടെ റെയിൻബോ കണ്ടില്ലേ. അപ്പോൾ ഇതൊരു സന്തോഷത്തിലേക്കുള്ള യാത്രയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. സന്തോഷകരമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്, വാഹനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അതുപോലെ തന്നെ എന്തൊരാഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം നേട്ടമാണ് ഇവിടെയും കാണുന്നത്. ആ ആഗ്രഹങ്ങളുടെ ഒരു സഫലീകരണമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നല്ല നല്ല ഫ്രഷായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോൾ മെസ്സേജ് എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ലിവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് ലൈറ്റ് ഹാർട്ട്. ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിഷ്കളങ്കമായ കുട്ടിത്തം നിറഞ്ഞ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്കത നിറയ്ക്കൂ, ഉള്ളിൽ നന്മ നിറയ്ക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്, നന്മ നിറഞ്ഞ ഒരു ഹൃദയമാണ്. അതായത് സന്തോഷത്തിലേക്കുള്ള ഒരു പോക്ക്, ഹാപ്പിനെസ് ആണ് എപ്പോഴും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തന്നെയല്ല, എൻ്റെയും എല്ലാവരുടെയും സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഹാപ്പിനെസ് ആണ്. അവർക്കത് കഷ്ടത എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ക്രൂവലാകുന്നത് ഇഷ്ടമല്ല. അവിടെ അൺഹാപ്പിനെസ് ഒട്ടും അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത, കാപട്യം അവർ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? അതുകൊണ്ട് കപടതയില്ലാതെ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുക, അത് അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത്. അതായത് ഈശ്വരാനുഗ്രഹം ഉള്ളിടത്താണ് എന്ത് വരുന്നത്, ഹാപ്പിനെസ് വരുന്നത്, നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് പറയുന്നത്. ഡിഫിക്കൽട്ട് പാത്ത് ഈസ് ബീയിങ് റിവീൽഡ്. കണ്ടില്ലേ, ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ലേൺ ദാറ്റ് വി ആർ ആൾ കണക്റ്റഡ്. നിങ്ങളിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസമേറിയ നിങ്ങളിവിടെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ യാത്ര വഴിയിൽ ഒരു തടസ്സം ഉണ്ടായി. ഒരു തടസ്സം അങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ വെറുതെ അവിടെ നോക്കി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. പിന്നീട് ആ ഒരു സഹായത്തിന് വേണ്ടി ആരെയെങ്കിലും വിളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാവരും കണക്റ്റഡാണ് എന്ന്. ആരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും ഒന്നിച്ചുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കണക്റ്റഡാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്ന് കരുതി എല്ലാവരെയും ഒരേ ദൃഷ്ടിയിൽ കാണാനും പാടില്ല. കാരണം തിരിച്ചറിവ് വേണം, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം. എന്ന് കരുതി ഒരു ഹെൽപ്പ് വേണ്ടപ്പോൾ അത് നമുക്ക് ആവശ്യപ്പെടാവുന്നതും ആണ്. ഇവിടെ ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ്, ഇറ്റ് ലീഡ്സ് ഓവർ ദ ഡെപ്ത്സ് ഓഫ് യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസിനെ ലീഡ് ചെയ്യുന്നതാണ് എന്താ, ഹാപ്പിനെസ്. ഇപ്പം ഹാപ്പിനെസ്സിൻ്റെ ബ്രിഡ്ജ് കടക്കൂ.
ഹാപ്പിനെസ്സിൻ്റെ പാലം കടക്കൂ, അതാണ് പറയുന്നത്. സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് സോൾ എപ്പോഴും പറയും. എപ്പോഴും ഞാനതാണ് പറയുന്നത്. ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് സോൾ, ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് സോൾ, അല്ലേ? അപ്പോൾ ആ ഹാപ്പിനെസ്സിൻ്റെ പാലത്തിലൂടെ മുന്നോട്ട് കടക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമുക്ക് എന്താണ് നിങ്ങളുടെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം. എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത്? നവംബർ മന്ത് വരുന്നുണ്ട്, ഡയമണ്ട് വന്നിട്ടുണ്ട്. ഐ ഹാൻഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഡോഗ്സ്. നവംബർ മന്ത് വന്നിരിക്കുന്നത്, നവംബർ മന്ത് ആർക്കെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പിന്നീട് വന്നിരിക്കുന്നത് ഡയമണ്ടാണ്. യു വിൽ റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. നിങ്ങൾക്കിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ വളരെ വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. അങ്ങനെ ഒരു സാധ്യത ഇന്നത്തെ ദിവസം കൊണ്ട് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഡോഗ്സ് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾക്കിന്ന് കൂട്ടുകാരുമായിട്ട് ഒന്നു ചേരാനുള്ള സാഹചര്യം വരുന്നുണ്ട്. സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. കണ്ടോ, നിങ്ങളിലേക്ക് സൈക്കിക് എബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷന് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്, വിശ്വസിക്കാവുന്നതാണ്. ആൻഡ് ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. ഇന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഇപ്പം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ഹെൽപ്പ് വേണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാം, മറ്റുള്ളവരോട് അത് ചോദിക്കാം. നമ്മളെല്ലാം കണക്റ്റഡ് ആണ് എന്നിവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രിഡ്ജ്, സക്സസ്ഫുള്ളി ഓവർകമ്മിങ് എ പ്രോബ്ലം. നിങ്ങളുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്കതിനെ സക്സസ് ആയിട്ട് ഇന്ന് മുന്നോട്ടതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഏതൊരു പ്രോബ്ലം ഇന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കതിനെ വളരെയധികം സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാനുള്ള സാഹചര്യമാണ് ഇന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.